നീലു, പിങ്കു, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നിങ്ങൾക്ക് കൈയൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് തമ്മിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് വളരെയധികം സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്കത് വഴിയേ മനസ്സിലാവും എന്താണ് ആ സ്പെഷ്യൽ ഡേ പ്രത്യേകത. പക്ഷെ നമുക്ക് ഇനി അമ്പലത്തിലേക്കൊക്കെ പോവാം. അപ്പൊ ഗായ്സ് ഞങ്ങളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തേക്ക് പോകാൻ പോവാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അപ്പൊ ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അപ്പൊ ഗായ്സ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നമുക്കപ്പൊ പോവാം. നമ്മൾ പാർത്ഥസാരഥി അമ്പലത്തിലേക്കാണ് പോകുന്നത്. അന്ന് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല എന്റെ പിറന്നാളിന് നമ്മൾ പോയ അമ്പലം, ആ അമ്പലം. ഗൈസ് അങ്ങനെ ഞങ്ങൾ പാർത്ഥസാരഥി അമ്പലത്തിലുണ്ട്. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളുടെ ആ സ്പെഷ്യൽ സംഭവം നടക്കും. അതെ. സോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു അമ്പലത്തിലാണ്. നമ്മൾ പാർത്ഥസാരഥി അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് പ്രസാദമൊക്കെ കഴിച്ച് ഇവിടെ വന്നു. അപ്പോൾ ഈ ഒരു അമ്പലം നിങ്ങളോട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ സ്പെഷ്യൽ തിങ്ങാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്പെഷ്യൽ തിങ് ഞാനിപ്പോൾ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ ഞാനും നീലും രാധയും കൃഷ്ണനും ആവാൻ പോവാണ്. കാരണം ഞങ്ങൾ പ്ലോട്ട് കയറിയിട്ട് രാധയും കൃഷ്ണനും എല്ലാവരും കാണാൻ വേണ്ടി രാധയും കൃഷ്ണനുമായിട്ട് പ്ലോട്ട് കയറാൻ പോവാണ് ഞങ്ങൾ. സോ ഗൈസ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൃഷ്ണനായിരുന്നു, പക്ഷെ നമ്മൾ പ്ലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം നീലുവാണ് കൃഷ്ണൻ. നീലു അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നീലുവിനെ കാണാം. ഇതാണ് രാധയുടെ കോസ്റ്റ്യൂം. എനിക്കൊരു മേക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പം നീലുവിനെ നീല പെയിൻ്റ് അടിക്കണം. നമുക്ക് പോയി കാണാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ കൃഷ്ണനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തീരെ വീഡിയോയിലൊന്നും വരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ എടുക്കുന്നത്. കാര്യം ഫുള്ള് ഞാൻ മേക്കപ്പ് ഇടായിരുന്നു. പിങ്കു ആണെങ്കിൽ അവിടെ വട്ടായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ വീഡിയോ അല്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പിങ്കു രാധയാവുന്നത് കാണാം. ഫുള്ള് ഈ നീല പെയിൻ്റ് അടിച്ചിട്ട് എൻ്റെ അമ്മേ ഫുള്ള് നീല പെയിൻറ്റ്. ഇനി നമുക്ക് പിങ്കു രാധയാവണത് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ കേട്ടോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നീല പെയിൻറ്റ് അടിച്ചതിൻ്റെ അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പക്ഷേ കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ രാധയായിട്ടുണ്ട്. രാധാറാണി. ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. എനിക്കിത് ജസ്റ്റ് വേറൊരു വീഡിയോ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. കാര്യം ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓൾ സെറ്റായി ഞങ്ങളിതാ ഒരു വണ്ടീൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. യെസ് ഗൈസ് ഞങ്ങൾക്ക് ചെയർ തന്നു, പിന്നെ ഒരു ഡ്രമ്മ് പോലത്തെ എന്തോ ഒരു സാധനം തന്നു. ഒക്കെ കയറാൻ കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പറയാൻ നമുക്കൊരു വണ്ടിയാണ് എന്നേ തോന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ ഗൈസ് അങ്ങനെ. പിന്നെ പക്ഷെ രാധാറാണിക്ക് ഇരിക്കാൻ സ്പേസ് കിട്ടിയില്ല ഗൈസ്. പിന്നെ ലാസ്റ്റ് വണ്ടിന്നും ഞങ്ങളുടെ തമ്മിൽ ഇത്തിരി കച്ചറയൊക്കെ നടന്നു. ആസ് യൂഷ്വൽ. അത് നമുക്ക് വലിയ പുതുമയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നീല് കുറച്ച് കഴിഞ്ഞപ്പോൾ നീങ്ങി തന്നു കേട്ടോ ഇരിക്കാൻ. പാവം ഞാൻ. അങ്ങനെ ഗായ്സ് ഞങ്ങളുടെ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തു. യെസ് ഗായ്സ് പിന്നെ പന്നിയങ്കരൊക്കെ എത്തിയപ്പോഴേക്ക് കുറേ പേര് നമുക്ക് ഹായ് തന്നു. പിന്നെ കുറേ കൃഷ്ണന്മാരൊക്കെ ജോയിൻ ചെയ്തു. യെസ് ഗായ്സ് പിന്നെ കുറേ പേര് ഫോട്ടോ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ ആ രഥത്തിന്റെ മുകളിൽ എല്ലാവരും കാണാൻ. ഒരു ക്ഷീണം നമുക്ക് തോന്നില്ല. കാര്യം അടിപൊളി പാട്ടും പാടിയൊക്കെ. പിന്നെ നമ്മൾ ആ വണ്ടിയുടെ മുകളിലും പിന്നെ താഴെയായിരുന്നു നമ്മുടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാട്ടോ. അതിൻ്റെ അത്ര ഹൈറ്റിൽ നിന്ന് കാണാൻ നല്ല രസമാണേ. പിന്നെ ഗായ്സ് ഞങ്ങളിതാ അടുത്തെത്തി ഞങ്ങളിങ്ങനെ ചില സമയം ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് ഇടുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മുമ്പിലേക്ക് വരും. ഇതാ കണ്ടോ, അങ്ങനെ ഞങ്ങൾ മുമ്പിലേക്ക് വരും. പക്ഷേ
കാരണം ഇടയ്ക്കൊക്കെ വലിയ ചെടികളും മരങ്ങളും ലൈൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് സ്ലോ ആക്കിയിട്ടാവും പോവുക. പിന്നെ അച്ഛനും ഒക്കെ അവിടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗായ്സ് കണ്ടില്ലേ, ഞങ്ങളുടെ ഒരു മാവ് അവിടെ കുടുക്കിയിട്ടു. ഗായ്സ് ഞങ്ങൾ പന്നിയങ്കര എത്തിയപ്പോഴേക്കും അവിടുന്ന് ഒരു ഹംസം വന്നു. ആ സൈഡിൽ നിന്ന് ഒരു ഹംസം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കൃഷ്ണനും രാധ ഇരിക്കുന്നത് പോലെ. പിന്നെ ബാക്കത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കിൽ കുറച്ചും കൂടി ബാക്കിലായിരുന്നു. അത് ആലിലക്കണ്ണനായിരുന്നു ഞങ്ങളുടെ തൊട്ട് ബാക്കിലുണ്ടായിരുന്നത്. അതിനും ബാക്കിൽ പിന്നെ മറ്റേ ഒരു കുതിരേൻ്റെ രൂപത്തിലുള്ള ഒരു സ്റ്റാച്ചു പോലെ അങ്ങനെയായിരുന്നു. പിന്നെ ആലിലേന്റെ മോള് കുട്ടി കൃഷ്ണനൊക്കെ ആയിരുന്നു കേട്ടോ ഇരിക്കണ്ടായിരുന്നത്. പിന്നെ ഗൈസ് രാധേനോട് കൃഷ്ണനോട് കുറെ പേര് ഹായും കാണിച്ചു. പിന്നെ ഗൈസ് കൃഷ്ണനോട് ഒരു കുഞ്ഞു കുട്ടി വന്നൊരു ഹാർട്ടൊക്കെ കാണിച്ചു. അപ്പൊ കൃഷ്ണനും തിരിച്ച് ഹാർട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഹായ് പറയാ. പിന്നെ ഗൈസ് ബസ്സത്തോ എല്ലാവരും ഞങ്ങളോട് ബസ്സൊന്ന് ഹായ് കാണിക്കുക, ബസ്സൊന്ന് സെൽഫി എടുക്കാന്നൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഇതാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ പറഞ്ഞ ആലിലക്കണ്ണൻ. ഒരു എന്ത് കുഞ്ഞു കുട്ടി കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ആകെ കൂടി ടയേർഡായി. പിന്നെ ഞങ്ങൾ ബാലഗോകുലെത്തി. നിങ്ങൾ അമ്പാടി കണ്ടില്ലേ? ഇതാ എല്ലാ കൃഷ്ണന്മാരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടി. പിന്നെ അവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗായ്സ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞങ്ങൾ ആകെ ടയേർഡായി. ഇനി ഫ്രഷ് ആയി. നീരുടെ മുഖം നോക്കൂ, എൻ്റെ മുഖം നോക്കൂ. നാളെ സ്കൂളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീലാംബരി, ദിസ് ഇസ് ഇന്ദ്രനീല സൈനിങ് ഓഫ്.